പറഞ്ഞു വരുന്നത് അന്നം മാത്രമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം. അതുകൊണ്ടായിരിക്കണം ഒരു പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അന്നത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ലൂയിസേട്ടനല്ലേ? ശാലോം ടി വിന്ന് വിളിച്ച ആളായിരുന്നേ, റോബിൻസ്. അതിനേക്കാൾ കൂടുതൽ യാത്ര എങ്ങനെ സുഖമായിരുന്നോ? യാത്ര കുഴപ്പമില്ലായിരുന്നു. ജോലി ചെയ്യുന്നതും നമ്മൾ അലയുന്നതും ബസ് കിട്ടാൻ താമസമൊന്നും ഉണ്ടായില്ല? ഇല്ല ഇല്ല, ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അടുക്കളയിലെ പാതകത്തിന് അരികിൽ സുഖമായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. വീട് കണ്ടുപിടിക്കാൻ ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മനുഷ്യന്റെ മിക്കവാറും ഗുരുചരണം കണ്ടോണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. ഗുരുചരണം സ്ഥിരമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്ന പ്രോഗ്രാം. ശരി, ബോബി അച്ഛൻ്റെ പ്രസംഗം വലിയ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ബോബി അച്ഛനുമായിട്ട് നമുക്കൊരു ആത്മബന്ധമുണ്ട്. 5-10 വർഷമായിട്ട് പുള്ളിയുടെ ഫോളോവറായിട്ട്. അത് ശരി, അത് ശരി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ശാലോം ടി വിയിൽ ഒരു പരിപാടി ചെയ്യാനും, പരിപാടി എന്നാൽ അപ്പുറമായിട്ട് ലൂയിസേട്ടനെ ശാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാൻ. നിർത്താം. വേണ്ട വേണ്ട, നടക്കട്ടെ. ഇഷ്ടമുള്ള പരിപാടിയല്ല, നമുക്കൊന്നിച്ച് കാണാം. എന്തോ അത്രയൊന്നും ചിന്തിച്ചൊന്നും ഇല്ല. ആ തിരിയുമായിട്ട് ഇങ്ങനെ അടുപ്പ് കത്തിക്കാൻ ആഞ്ഞപ്പോൾ ഒരു ചെറിയ കാറ്റ് വന്ന് വീശിയിട്ട് ഈ കയ്യിലെ മെഴുതിരി കെട്ടുപോയി. ലൂയിസേട്ടാ, എനിക്ക് തോന്നുന്നു ഇനി ലൂയിസേട്ടൻ്റെ ബാല്യകാല ഓർമ്മകളിലേക്ക് ഒന്ന് യാത്ര ചെയ്യാമെന്ന്. ഒരു 4.5 വയസ്സ് വരെയുള്ള കാലഘട്ടം സാധാരണ വിദ്യാർത്ഥികളെ പോലെയൊക്കെ തന്നെ കളിച്ചും ചിരിച്ചുമൊക്കെ നടന്ന് ചിലവഴിച്ച ബാല്യകാലം. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടാകുന്നു. ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ കീഴ്പോട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ. മനസ്സുകൊണ്ട് പലപ്പോഴും അത് ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ബാല്യകാലമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാനിടയുള്ളൊരു സാഹചര്യമാണ്. എല്ലാവരും കളിച്ചും ചിരിച്ചും നടക്കുമ്പം ഏകാന്തതയിൽ ഒരു മുറിയിൽ ചിലവഴിക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ അത്തരം പ്രതിസന്ധികളുണ്ടായ ആ കാലഘട്ടത്തെയും തുടർന്ന് എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും വഴിതിരിച്ചു വിട്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം സ്വാധീനങ്ങളായിരുന്നു ആ രോഗം ജീവിതത്തിൽ കൊണ്ടുവന്നത്? ജീവിതത്തെ ആ ഒരു തരത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഉദാഹരണത്തിന് ഞാനൊരു പോളിയോ ബാധിതനാകുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. കാരണം 4.5 വയസ്സിന് മുമ്പുള്ള ആ ചെറിയ ഓർമ്മകൾ, തീർച്ചയായിട്ടും ഓർമ്മകളില്ല എന്നല്ല, കാരണം വീടിനടുത്തുള്ള ചെരിവുള്ള വഴിയിലൂടെ കൈ വിരിച്ച് പിടിച്ച് വേഗത്തിൽ ഓടുന്നതും അടുത്ത വീട്ടിലെ കുട്ടികളോടൊപ്പം ആർത്ത് വിളിച്ച് കളിക്കുന്നതുമൊക്കെ ഓർമ്മകളിൽ നിന്ന് നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ 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 ഓർമ്മകളുണ്ട്. പക്ഷേ ഒത്തിരി വിശകലനം ചെയ്യപ്പൊക്കെ അതുപോലെയുള്ള ഒരു ഓർമ്മകൾ ഈ 4.5 വയസ്സിൻ്റെ ഭാഗത്തിലില്ല. പക്ഷേ കളിച്ചിരിയുടേതായ കുറച്ച് ഓർമ്മകളൊക്കെ ഇപ്പോഴും മനസ്സിൽ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ രോഗം നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞുള്ള അവസ്ഥയുണ്ടല്ലോ, അത് റോബിൻസ് പറഞ്ഞതിനേക്കാൾ ഒരു പരിധി കൂടി. അപ്പം ശരീരത്തിൻ്റെ കീഴ്പോട്ടല്ല, കഴുത്തിന് കീഴ്പോട്ട് മൊത്തം തളർന്നുപോയി. കൈകളും കാലുകളും എല്ലാം തളർന്നുപോയി. നാവും മാത്രമേ ഒരുമാതിരി നന്നായി പ്രവർത്തിക്കുന്നുള്ളായിരുന്നു. ഭക്ഷണം കഴിക്കാനാവുന്നുണ്ടായിരുന്നു, പക്ഷേ കൈകൊണ്ട് എണീറ്റിരുന്ന് ചോറ് വാരി ഉണ്ണാനാവില്ലായിരുന്നു. ആ ഒരു രീതിയിലേക്ക് തളർന്നുപോയി. അത് കഴിഞ്ഞ് ചികിത്സയിലൂടെയും കാലക്രമത്തിലാണ് കൈകൾ കുറച്ച് ഡെവലപ്പ് ചെയ്യുകയും ആ കൈകൾ നമ്മൾ ഊന്നുകയും അത് എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്ത് കൈക്ക് കൂടുതൽ എക്സർസൈസ് ഉണ്ടാകും. അങ്ങനെ കൈകളുടെ ആ ഒരു ചലനശേഷി തിരിച്ചു വരികയും ചെയ്തതാണ്. അപ്പം പക്ഷേ നമുക്ക് ഏറ്റവും കൃത്യമായ നഷ്ടങ്ങളെക്കുറിച്ച് പറയുവാണെങ്കിൽ ബാല്യകാലം ഈ അസുഖത്തിൽ നമുക്ക് നമ്മളിൽ നിന്ന് ചീഞ്ഞെടുത്തത് നമ്മുടെ കളിചിരികൾ തന്നെയാണ്. കാര്യം കൂട്ടുകാരൊക്കെ ആർപ്പ് വിളിച്ച് കളിക്കുമ്പം ഓടി നടക്കുമ്പം തീർച്ചയായും നമുക്ക് ആ പ്രായത്തിൽ വല്ലാത്ത നഷ്ടബോധം തോന്നിയിരിക്കാം. കാരണം 4.5 വയസ്സിലെ ഓർമ്മകളെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഈ പ്രായത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യാനാവില്ല. തീർച്ചയായും നഷ്ടങ്ങൾ തോന്നിയിരിക്കാം, സങ്കടങ്ങൾ തോന്നിയിരിക്കാം. അതിനെ നമുക്ക് അതിൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് വിശകലനം ചെയ്യാനില്ല. പക്ഷേ 4.5 വയസ്സ് കഴിഞ്ഞുള്ള ഒരു അവസ്ഥ, ഉദാഹരണത്തിന് നമ്മൾ കൗമാരത്തിലേക്ക് യൗവനത്തിലേക്ക് ഒക്കെ വളരുന്ന അവസരത്തിൽ കൂടുതൽ നമ്മളെ അസുഖം മൂലമുണ്ടായ നഷ്ടങ്ങൾ നമ്മളെ കൂടുതൽ മുറിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ ഏകാന്തതയിലേക്കുള്ള ഒരു പിൻവലിയൽ, ആ ഏകാന്തതയിൽ നമുക്ക് കൂട്ടായി വന്ന പുസ്തകങ്ങൾ നമ്മളെ വഴിതിരിച്ചു വിടുന്നത്, ആ പുസ്തകങ്ങളിലൂടെ നമ്മൾ വേറെ പലതിനെയും കണ്ടെത്തുന്നത്, അങ്ങനെ ജീവിതത്തെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ 3 നഷ്ടങ്ങൾ ആണ് ഞാൻ പറയാറുണ്ട്. ബാല്യത്തിൽ എൻ്റെ കളിച്ചിരികൾ ഈ അസുഖം നഷ്ടപ്പെടുത്തിയെങ്കിൽ, കൗമാരത്തിൽ പ്രണയമോഹങ്ങൾ നഷ്ടപ്പെടുത്തി, യൗവനത്തിൽ വിദ്യാഭ്യാസവും തൊഴിലും നഷ്ടപ്പെടുത്തി. പക്ഷേ ആ യൗവനത്തോടെ ഞാൻ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാനസികമായിട്ട് പുറത്തു കടന്നു. ഇപ്പം ഞാൻ അംഗീകരിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു കുറവുള്ള ആളാണെന്ന്. കാര്യം ശാരീരികമായിട്ടുള്ള എൻ്റെ കുറവുകളെ ഞാൻ ഒരു ദൈവകൃപകളോട് ചേർത്ത് വെച്ചിട്ട് മറികടക്കാൻ എനിക്കിന്ന് കഴിയുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ
എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം. ഈ യൗവനത്തിലേക്കൊക്കെ വരുമ്പോഴേ ഈ കൂടുതൽ ഈ പ്രതിസന്ധിയെപ്പറ്റി ചിലപ്പോൾ ബോധവാനായി തുടങ്ങുന്ന കാലഘട്ടം ഒരുപക്ഷെ യൗവനമായിരിക്കും. അപ്പം ആ യൗവന കാലഘട്ടത്തിൽ ക്രിസ്തു എങ്ങനെ ഇടപെട്ടു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ബൈബിൾ വായനകളിലൂടെ തെളിഞ്ഞു വന്ന ഒരു ക്രിസ്തുവിൻ്റെ ചിത്രമുണ്ട്. ആ ചിത്രമൊക്കെ ആ ക്രിസ്തു ദർശനങ്ങൾ എങ്ങനെ ഈ ഒരു ആത്മവിശ്വാസം പകരാനും അതുപോലെ തന്നെ ഒന്ന് ജീവിതത്തോടൊക്കെ ഒന്ന് വെല്ലുവിളി ഉയർത്താനും ജീവിതത്തോടൊന്ന് മത്സരിച്ച് നിൽക്കാനും ഒക്കെയുള്ള ശക്തിയായിട്ട് അതെങ്ങനെ മാറിയെന്നൊന്ന് ഓർത്തെടുക്കാവോ? ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുള്ള നമ്മുടെ ആ ഒരു സഹനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ ഒരു ശാരീരിക പരിമിതികളെ ആ ക്രിസ്തുവിൻ്റെ അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് ചിന്തിക്കാനുള്ള പക്വത സത്യത്തിൽ യൗവനത്തിലായില്ല എന്ന് വേണം പറയാൻ. യൗവനത്തിൽ നമുക്ക് വീണ്ടും നമ്മുടെ ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള പ്രേരണ തന്നത്, അതിന് നമുക്ക് പ്രചോദനം തന്നത് നമ്മുടെ കുറച്ച് കൂട്ടുകാർ, ഒത്തിരി സ്നേഹിക്കുന്നവർ, പിന്നെ പിതാവിൻ്റെ ആ നമ്മളോടുള്ള നല്ല സ്നേഹപൂർണ്ണമായ സമീപനം, പിന്നെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്, അതൊക്കെ കൂടെ കഴിയപ്പെടുന്നു. പക്ഷേ യൗവനം കടന്ന് വായനയിലേക്ക് കൂടുതൽ ആഴപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവിനോട് എങ്ങനെ ചേർത്ത് വെക്കാം, അവൻ്റെ സഹനങ്ങളും നമ്മുടെ സഹനങ്ങളും കൂടെ ഒന്നിച്ചെങ്ങനെ വായിച്ചെടുക്കാം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ യൗവനകാലത്താണ് തീർച്ചയായും വെല്ലുവിളികളെക്കുറിച്ച് ബോധവാനായത്. ഒരു ആളിന് ചലനശേഷി നഷ്ടപ്പെടുമ്പോൾ അത് ആ ആളിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു ആളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ട സുഹൃത്തുക്കളായ ആളുകളുമായിട്ട് ഞാൻ കൂടുതൽ സംവദിക്കാറുണ്ട്. അതിൽ ഒരു 80% പേരൊക്കെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി പോവുകയും വിഷാദത്തിലായി പോവുകയും ചെയ്ത ശേഷം പുറത്ത് കടന്നവരോ പുറത്ത് കടക്കാൻ ഇന്നും വിഷമിക്കുന്നവരോ ആണ്. പക്ഷെ അങ്ങനെയൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ലൂയിസേട്ടാ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാരി കടന്നു വരുന്നത്, തീർച്ചയായിട്ടും ഭാര്യയുടെ കടന്നുവരവ് ലൂയിസേട്ടനെ ഒത്തിരിയേറെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. ലൂയിസേട്ടൻ ഭാര്യയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഉള്ള വിവാഹത്തിന് ഉള്ള അവസരങ്ങൾ ഒരുങ്ങിയത് എന്നൊക്കെയുള്ള കാര്യമൊന്ന് പങ്കുവെക്കാം. എൻ്റെ ഭാര്യയെ ദീപ റോബിൻസൺ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടത് ആളെ പരിചയപ്പെട്ടല്ലോ. ആളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറേഞ്ച് മാരേജിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു ദാമ്പത്യ ജീവിതം ആരംഭിച്ചത്. പക്ഷേ ദാമ്പത്യ ജീവിതം ആരംഭിച്ച് ഏതാണ്ട് 25 വർഷം കഴിഞ്ഞിട്ടും ആ ദാമ്പത്യ ജീവിതം ആരംഭിച്ചപ്പോഴത്തെ പ്രണയം ഇന്നും ദാമ്പത്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രണയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ദാമ്പത്യം സജീവവും എന്നും പുതുതുമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതുതാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളുടെ പ്രണയവും ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിന് ഈ 25 വർഷത്തെ പ്രായമായി എന്ന് അങ്ങോട്ട് അംഗീകരിക്കാനൊക്കെ ഒന്നുമില്ല. പിന്നെ മക്കൾ വലുതായതുകൊണ്ട് 25 വർഷത്തെ പ്രായമായി എന്ന് നമുക്ക് 25 വർഷം കഴിഞ്ഞു അംഗീകരിക്കാതിരിക്കാനൊക്കെ ഇല്ല. അതുകൊണ്ട് അപ്പോൾ അത് വലിയൊരു ഊർജ്ജമായിരുന്നു. തീർച്ചയായിട്ടും വളരെ വലിയൊരു ഊർജ്ജമാണ് ദാമ്പത്യം എനിക്ക് തന്നത്. എൻ്റെ ജീവിതത്തോട് അത്രയധികം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഇതുവരെ ഇത്രയും ദീർഘമായ ഈ കാലഘട്ടത്തിനിടയിൽ ഒരു പരിഭവത്തിനപ്പുറമായിട്ട് ഒരു പിണക്കം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മക്കളെക്കുറിച്ചൊക്കെ ഒന്ന്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാൾ ഏബ്രഹാം, അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് പുറത്താണ്, വീട്ടിലില്ല. പുള്ളി ജോലി സ്ഥലത്താണ്, ഒരു ചെറിയ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ കുര്യൻ ലൂയിസ് ഈ വർഷം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകൊണ്ടിരിക്കുകയാണ്. പാലായ്ക്കടുത്ത് അന്തീനാട് എന്ന് പറയുന്ന സ്ഥലത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന വികലാംഗരായ പെൺകുട്ടികളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് 2 വർഷം. അപ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനെ ഒരാശയം മനസ്സിൽ വന്നത്, വികലാംഗരായ ഒരാൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ അവധിക്ക് വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മായിപ്പൻ എൻ്റെ അച്ചായൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവർ തമ്മിൽ അറിയാം. അന്നേരം ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളി എന്നോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ആളെ നിനക്ക് ഭർത്താവായിട്ട് ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു ഇഷ്ടക്കുറവൊന്നുമില്ല, എങ്കിൽ ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആലോചന വന്നത്. പരസ്പരം കണ്ടു, ഇഷ്ടപ്പെട്ടു. താമസിയാതെ തന്നെ കല്യാണം നടന്നു. 26 വർഷമായി, സന്തോഷമായിട്ട് പോകുന്നു. 2 കുട്ടികളുണ്ട്.
ഒത്തിരി സ്നേഹമുള്ള ഒരാളാണ്. ഉള്ളിൽ നല്ല ഒത്തിരി ആശയങ്ങളുണ്ട്, നല്ല സ്നേഹമുണ്ട്. നമ്മളെ അറിയുന്നു, നമ്മളറിയുന്ന പോലെ തന്നെ നമ്മളെ അറിയുന്ന ആൾ തന്നെ. അതുതന്നെ നല്ലൊരു ഗുണം. പിന്നെ എന്തും തുറന്ന് പറയുന്നൊരു ഇതുണ്ട്. എന്ത് ശരിയാണേലും തെറ്റാണേലും നമുക്കത് തുറന്ന് പറയുന്നുണ്ട്. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പിതാവിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം ഒരു അപകടത്തെ തുടർന്ന് വീട്ടിൽ ദീർഘകാലം, അതായത് 18 വർഷത്തോളം ഒരു വിശ്രമ ജീവിതത്തിലായിരുന്നു അവസാന കാലം. ദീപികയുടെ ഒരു ചീഫ് റിപ്പോർട്ടറായിരുന്നു. അവിടുന്ന് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് വരുന്നു. ആ വിശ്രമ ജീവിതത്തിൽ അങ്ങനെ കടന്നു പോകുന്ന കാലങ്ങളിലാണ് കുട്ടികളായിരുന്ന ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലും ഒക്കെ വളരെ നല്ല ഒരു രീതിയിൽ കൈകടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യക്തിത്വ വികസനത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ നമുക്ക് ഒത്തിരി ഗുണം ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹത്തോടൊപ്പം ഇരുന്നവർ ഒത്തിരി പേര്, സാഹിത്യകാരന്മാർ, അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലുള്ളവർ, രാഷ്ട്രീയക്കാർ, അങ്ങനെയുള്ള ആളുകളുമായിട്ടെല്ലാം അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ വീട്ടിൽ സന്ദർശകരായിട്ട് എത്തുമായിരുന്നു. അവരുമായിട്ടൊക്കെയും അദ്ദേഹം സംവദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിൽ ജീവിക്കുന്ന ആളുകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തീർച്ചയായിട്ടും വ്യക്തിത്വ രൂപീകരണത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ ആവശ്യമുള്ള ഓരോ അവസരങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശകനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷിക്കാനൊന്നും മടിയുള്ള ആളൊന്നും ആയിരുന്നില്ല. പക്ഷേങ്കിൽ ശിക്ഷണങ്ങളിൽ കൂടെ നമ്മളെ അദ്ദേഹം രൂപപ്പെടുത്തുകയായിരുന്നു. തീർച്ചയായിട്ടും ഇനിയൊരു ജന്മമുണ്ടെങ്കിലും ആ പിതാവിൻ്റെ മകനായിട്ട് ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് മനസ്സ് എപ്പോഴും ആഗ്രഹിച്ചു പോകും. അത്ര നല്ല ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ പിതാവ്. അഞ്ചപ്പം എന്നുള്ള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ലൂയിസ് ചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ആ കോണ്ടാക്റ്റിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹം ഒരു അസാമാന്യമായ കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന്. പിന്നീട് ആദ്യമായി നേരിട്ട് കാണുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അന്ന് കണ്ടപ്പോഴാണ് കൃത്യമായി മനസ്സിലാകുന്നത് ശാരീരികമായി വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസ് ചേട്ടനെന്ന്. ആ സംസാരത്തിലും ഇടപെടലിൽ നിന്ന് ബോധ്യമായ ഒരു കാര്യമുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ അസാമാന്യമായ കരുത്തോടെ നേരിട്ട് വിജയിച്ച ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നത് എന്ന്. ആ സംസാരത്തിൽ നിന്നാണ് ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫീച്ചർ ലൈഫ് ഡേ ഓൺലൈനിൽ വരുന്നത്. അതിന് കിട്ടിയ റെസ്പോൺസ് വളരെ വലുതായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ വളരെ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തെപ്പറ്റി വായിച്ചറിഞ്ഞ് അവരുടേതായ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് എഴുതുകയും ഫോണിൽ കൂടെ നൽകുകയും ഒക്കെ ചെയ്തു. എത്രയോ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹമെന്ന് അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ജീവിതത്തിലെ ദുരിതങ്ങളിൽ പെട്ടുകിടക്കാതെ ദുരിതങ്ങളെ അതിജീവിച്ച് മറ്റനേകം വ്യക്തികളെ പ്രചോദിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ലൂയിസ് ചേട്ടനെ എനിക്കെന്നും ലൂയിസ് ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്. എത്രയോ പേരാണ് അദ്ദേഹത്താൽ പ്രചോദിതരായി ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് വ്യക്തികളെ സഹായിക്കുന്നുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, മറ്റു പല രീതിയിലും സഹായിക്കുന്നുണ്ട്. പക്ഷേ ആരും അറിയുന്നില്ല ഇതൊക്കെ ചെയ്യുന്നത് ലൂയിസ് ചേട്ടനാണെന്ന്. നന്മ ഒരുപാട് ചെയ്യുമ്പോഴും അത് താനാണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഞാനും വ്യക്തിപരമായ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അഞ്ചപ്പം എന്നുള്ള പ്രസ്ഥാനം വഴിയും മറ്റനേകം നന്മകൾ അദ്ദേഹം വഴി ഉണ്ടാകുന്നതും വഴി നന്മയിലേക്ക് നടക്കുന്നുണ്ട്. ലൂയിസേട്ടൻ്റെ വിവാഹത്തിന് ശേഷം സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെ ബാധ്യതകളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചേട്ടൻ്റെ ചുമലിലാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഘട്ടത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാവുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള ആ ഭദ്രത വരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തൊഴിലുകളിലാണ് ലൂയിസേട്ടൻ ഏർപ്പെട്ടത്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബോണായിട്ടുള്ള എനിക്കുള്ള ഒരു കഴിവ് അത് മെല്ലെ മെല്ലെ വികസിച്ച് എൻ്റെ തൊഴിലായി മാറിയതാണ്. ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ ഒരു സാധനം എടുത്ത് അഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് പ്രവർത്തനക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ വീണ്ടും അതിനെ കൂട്ടിച്ചേർക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കില്ല് വളർന്ന്
ഞാൻ ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യനായി. വീട്ടിൽ ഇരുന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ വേറെ ഒരു കുറച്ചുകൂടെ സീനിയറായിട്ടുള്ള ഒരു ആളിൻ്റെ അരികിൽ കുറച്ച് നാൾ ട്രെയിനിങ്ങിന് പോയി. അങ്ങനെ ഞാനൊരു ഇലക്ട്രോണിക് ടെക്നീഷ്യനായി. ഏതാണ്ട് 20 വർഷത്തോളം ഇലക്ട്രോണിക് സർവീസിങ് ആയിരുന്നു എൻ്റെ ജീവിതമാർഗം. അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 20 വർഷത്തിന് ശേഷം മെല്ലെ കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് മാറി. കമ്പ്യൂട്ടർ സർവീസിങ്, അസംബ്ലിങ് അങ്ങനെയുള്ള മേഖലകളിലെ മാറുകയും പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇലക്ട്രോണിക്സ് സർവീസിങ്ങിൽ നിന്ന് ഞാൻ പിൻവാങ്ങി. കാരണം എന്നാ ചോദിച്ചാൽ പ്രായം കൂടുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ആക്യുറസിയുടെ കുറവ് ഇലക്ട്രോണിക് സർവീസിങ്ങിൽ ഏതൊരാൾക്കും ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് സർവീസിങ്ങിൽ നിന്ന് ഞാൻ പിന്മാറുകയും ഇപ്പോഴും ഞാൻ കമ്പ്യൂട്ടർ സർവീസിങ് ഫീൽഡിൽ സജീവമാണ്. അതാണ് എൻ്റെ വരുമാന മാർഗം എന്ന് പറയാവുന്നത്. അത് ശരി. അപ്പം കൃഷി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിൽ ഭാര്യയുടെയൊക്കെ സഹായത്തോടു കൂടി എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കൃഷി സംബന്ധമായിട്ട് പറഞ്ഞാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. സ്ഥലത്ത് കുറച്ച് റബ്ബർ മരങ്ങളാണ് ഉണ്ടായിരുന്നത്. റബ്ബർ മരം നമ്മുടെ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുന്ന ഒരു സാധനമാണെന്നുള്ള തിരിച്ചറിവിൽ റബ്ബർ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ നമ്മൾ ജൈവ കൃഷിയായിട്ട് വാഴ, പിന്നെ അതുപോലെ ചേമ്പ്, കാച്ചിൽ, അതുപോലെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നു. അത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നു. അതിന് പുറമെ കുറച്ച് കാലം മുമ്പ് ഭാര്യ സ്വന്തമായിട്ട് ഒരു ബ്രോയിലർ ഫാം നടത്തിയിരുന്നു. ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി വലുതാക്കി വിൽക്കുന്ന ഒരു പരിപാടി. അത് ലാഭകരമായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് അനാരോഗ്യം മൂലം അതിൽ നിന്ന് ഇടയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. ശാരീരികമായ ചില പ്രശ്നങ്ങൾ മൂലം. കാര്യം കായികമായിട്ട് നല്ല അധ്വാനമുള്ള ഒരു തൊഴിലാണ്. അതുകൊണ്ട് ആ പരിപാടി ഏതാണ്ടൊരു 4 വർഷം മുമ്പ് നിർത്തി. അതിനു മുമ്പ് 10 വർഷത്തോളം അത് ഞങ്ങളുടെ ഒരു പ്രധാന വരുമാന മാർഗമായിരുന്നു. ബോബി അച്ഛനുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ പറ്റി അറിയാൻ കൗതുകമുണ്ട്. കാരണം ബോബി അച്ഛൻ്റെ ഗുരുചരണം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒത്തിരി ആളുകളിലേക്ക് വാട്സപ്പിലായിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കാൻ ലൂയിസ് ചേട്ടൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ബോബി അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കാനും അതിനെപ്പറ്റിയൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിലൊക്കെ ഒത്തിരി തീക്ഷ്ണത ലൂയിസ് ചേട്ടൻ കാണിച്ചിട്ടുണ്ട്. എവിടെ വെച്ചായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ബോബി അച്ഛനുമായിട്ടുള്ള ഒരു പരിചയം ആരംഭിക്കുന്നത്? ആ സൗഹൃദത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ബോബി അച്ഛനെ ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മിനി സ്ക്രീനിൽ തന്നെയാണ്. ഗുരുചരണം പരിപാടിയുടെ ആദ്യ എപ്പിസോഡുകൾ തൊട്ടായി ഞാൻ കാണുമായിരുന്നു, ഷാലോം ടി വിയുടെ ആരംഭത്തിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തെ എന്നെ വളരെ ആകർഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ബിജോ കുടിലിൽ അച്ഛനുണ്ട്. ബിജോ കുടിലിൽ അച്ഛനെ ഞാൻ യാദൃശ്യമായിട്ട് പരിചയപ്പെടുകയും ആ അച്ഛനോട് ബോബി അച്ഛൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ ബോബി അച്ഛനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാൻബിയോ റിട്രീറ്റ് സെൻ്ററിലാണ് അന്ന് അച്ഛൻ. സാൻബിയോ റിട്രീറ്റ് സെൻ്ററിൽ അച്ഛൻ്റെ റിട്രീറ്റ് കൂടാൻ അവിടെ പോയി. അച്ഛൻ്റെ റിട്രീറ്റ് കൂടി. അങ്ങനെയാണ് ആ സൗഹൃദത്തിൻ്റെ ആരംഭം. പിന്നെ ഫേസ്ബുക്കിൽ അതുപോലെ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ്റെ ടോക്കുകൾ ഒക്കെ അതുപോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാനൊരു സ്വയം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തതാണ്. ആരും എന്നെ ഏൽപ്പിച്ച ഒരു സംഭവമല്ല. പക്ഷേ ആ ദൗത്യം ഞാൻ ഇന്ന് വരെ നിലനിർത്തുന്നത് എന്നാ കഴിവ് നിറവേറുന്നുണ്ട്. കാര്യം അത് കൂടുതൽ പേർക്ക് ഗുണകരമാകും, ആ സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു ചിന്താഗതിയാണ് ബോബി അച്ഛനെ കുറിച്ചുള്ള സംഭവങ്ങൾ ആ രീതിയിൽ അയക്കുന്നതിൽ ഞാൻ തൽപരനാകാൻ കാരണം. ആ സൗഹൃദം പിന്നെ അങ്ങനെ മെല്ലെ വളർന്ന് ഈ കൂടുതൽ മറ്റ് പ്രവർത്തനങ്ങളിലും ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിന്നീട് അഞ്ചപ്പത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഈ ഒരു സൗഹൃദത്തിൽ നിന്ന് തന്നെയാണോ അതിലേക്കുള്ള വഴി രൂപപ്പെടുന്നത്? അഞ്ചപ്പത്തിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ കോട്ടയം ടൗണിലെ അശരണരായ തെരുവോരത്ത് കഴിയുന്ന ആളുകൾക്ക് ഇടക്കാലങ്ങളിൽ എൻ്റെ ഏതാനും സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കുകയും വീട്ടിൽ നിന്നൊരു 10-30 പൊതികൾ എൻ്റെ ഒരു സ്കൂട്ടറിൽ കയറ്റി അതുമായിട്ടൊരു തെരുവിൽ പോയിട്ട് അവർക്ക് ഒരാഴ്ച 3 ദിവസം അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അത് എനിക്കൊരു അസുഖത്തെ തുടർന്ന് കുറച്ച് കാലം വിശ്രമിക്കേണ്ടി വരികയും അത് നിന്നു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്നിരുന്നുണ്ട്, ഒരാളോട് ചോദിക്കാവുന്ന ഏറ്റവും നല്ല കുശലം എന്ന് പറയുന്നത് നിനക്ക് വിശക്കുന്നുണ്ടോ, നീ ഇന്ന് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നതാണ്. അടിസ്ഥാനപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ സാധ്യതകളും, അതായത് കല, സംസ്കാരം, സാഹിത്യം മുതലായവയെല്ലാം നമ്മുടെ വിശപ്പ് അവസാനിച്ച് കഴിയുമ്പോൾ ആരംഭിക്കുന്ന ഒരു സംഭവമാണ്. വിശക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു സംസ്കാര സമ്പന്നൻ പോലും ആകുന്നില്ല. അവൻ വിശപ്പിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അവൻ്റെ സംസ്കാരം പോലും പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ വിശപ്പിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതേക്കുറിച്ച് അച്ഛൻ ചിന്തിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുകയും, അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള കുറേ ആളുകളും പിന്നെ അപ്പോൾ എത്തിച്ചേർന്ന കുറച്ച് ഇതേ സഹായിക്കാമെന്ന് പറഞ്ഞ കുറച്ച് പേരും കൂടി ചേർന്നാണ് ഒരു ട്രസ്റ്റ് രൂപം പ്രാപിക്കുകയും അതങ്ങനെ ഇന്നത്തെ അഞ്ചപ്പത്തിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് എത്തുകയും ചെയ്തു.
പരിമിതികളിൽ സാധ്യതകൾ കണ്ടെത്തുകയാണ് അഞ്ചപ്പത്തിൻ്റെ ലക്ഷ്യം. ഒട്ടേറെ പരിമിതികളോടുകൂടി ആരംഭിച്ച ഒരു സ്നേഹ കൂട്ടായ്മയാണ് അഞ്ചപ്പം എന്ന് പറയുന്നത്. ബോബി ജോസ് കട്ടിക്കാടച്ചൻ്റെ സ്വപ്നം തൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒത്തുചേരൽ, ഇതൊക്കെ കൂടി ചേരുമ്പോൾ അഞ്ചപ്പം ഒരു യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു. അഞ്ചപ്പത്തിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ പ്രധാനികൾ AJ സെബാസ്റ്റ്യൻ സാറ്, ആലപ്പുഴ സ്വദേശി, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ബേബി സാം, ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന ലിസി ടീച്ചർ, അവരോടൊപ്പം തൻ്റെ പരിമിതികളെ എല്ലാം തൻ്റെ ജീവിതത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ലൂയിസിയേട്ടൻ്റെ ജീവിതവും സന്ദേശവും അഞ്ചപ്പത്തിന് കരുത്തു പകരുന്നതാണ്. അദ്ദേഹം പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ടാണ് അഞ്ചപ്പത്തിൽ പ്രവർത്തിക്കുന്നത്. പണം ഉണ്ടായിട്ടല്ല, പണം ഇല്ലാത്തവന് ഭക്ഷണം കഴിക്കാൻ ഇടമൊരുക്കുകയാണ് അഞ്ചപ്പം ചെയ്യുന്നത്. വില പറഞ്ഞ് അന്നം വിൽക്കുന്ന ലോകത്തു നിന്ന് വില പറയാതെ വിശപ്പറിഞ്ഞ് അന്നം കൊടുക്കുക ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യവുമാണ്. ബോബി ജോസ് അച്ഛൻ മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആ സ്വപ്നത്തെയാണ് ലൂയിസിയേട്ടനും സംഘവും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് മറ്റേതെങ്കിലും വിധത്തിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ശ്രമങ്ങൾ ലൂയിസേട്ടനോ അല്ലെങ്കിൽ ലൂയിസേട്ടൻ ചേർന്നുള്ള സൗഹൃദങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ? ഇപ്പം രോഗികളായി കഴിയുന്നവർക്കോ അങ്ങനെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭ്യമാക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രസംഗങ്ങളിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നോടുകൂടെ ഒരു കാതം നടക്കാൻ ആഗ്രഹിക്കുന്നവനോടൊപ്പം നീ 2 കാതം നടക്കുക എന്ന് പറയുന്ന ഒരു, അതായത് ഒരു 2-ാം മൈൽ. നമ്മളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തങ്ങൾ എത്ര മനോഹരമായി ചെയ്താലും അവ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളാണ്. അത് നമുക്ക് വലിയ റേറ്റിങ്സ് അല്ലെങ്കിൽ വലിയ മാർക്കുകളൊന്നും തരുന്നില്ല. പക്ഷേങ്കിൽ നമ്മൾ ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തുമാത്രം ചെയ്യാൻ കഴിയുന്നു. വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, കണ്ണുനീരൊഴുക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ആ ഒരു ചിന്തയാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്നെ ഒന്ന് വഴി മാറ്റി നടത്തിയത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദേശങ്ങളിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാറുണ്ട്. ഞാൻ വഴിക്ക് സ്പോൺസർ ചെയ്ത് അവരെ പഠിക്കാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ രോഗികളായുള്ള ആളുകൾക്ക് ധനസഹായങ്ങൾ നൽകാറുണ്ട്. വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് വികലാംഗർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങളൊക്കെ ചില അവസരങ്ങളിൽ വാങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഞാൻ പാലിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. കാരണം ഇന്ന് ഈ പറഞ്ഞതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു ക്യാമറയുടെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേജിലൊക്കെ കയറ്റി പരമാവധി അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ അവസാന നെല്ലിപ്പലക വരെ കാണുന്ന രീതിയിൽ അവനെ അപമാനിച്ച് കുറച്ചൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് അവന് നൽകുന്ന ഒരു സഹായം, അതിനെ നമ്മൾ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. തീർച്ചയായും അച്ഛനും അതിനെ അങ്ങേയറ്റം എതിർക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗോപ്യമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ ഒരു ചെറുപ്പക്കാരന് വാങ്ങി നൽകുകയുണ്ടായി. ഇന്നും കൃത്യമായിട്ട് ആ ചെറുപ്പക്കാരന് അറിയില്ല അത് ആരാണ് നൽകിയതെന്ന്. അത് അറിയേണ്ട ആവശ്യമില്ല. അവനെ അത് ആവശ്യമായിരുന്നുവെന്നും കൃത്യമായിട്ട് അവനെ അറിയുന്ന ഒരാളുകളോട് വന്ന് സംസാരിക്കുകയും അപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനോട് ഇങ്ങനെ ഒരു കാര്യം ഫേസ്ബുക്കിലിടുകയും അവരെല്ലാം കൂടി ഇത്രയും ധനം സമാഹരിച്ച് ഏതാണ്ട് 1,45,500 രൂപ വില വരുന്ന ഒരു വീൽ ചെയർ വാങ്ങി, അതായത് കമ്പനിയുടെ ആൾ തന്നെ അവൻ്റെ വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. ആരാണ് ഇതിന് മുന്നിൽ പണം മുടക്കിയതെന്ന്, ഇനിഷ്യേറ്റീവ് എടുത്തതെന്ന് ഇന്നും അവൻ അറിയത്തില്ല. തീർച്ചയായിട്ടും അതാണ് നല്ലത് എന്ന് തോന്നുന്നു. ലൂയിസേട്ടനെ സംബന്ധിച്ച് ഇത്രയും ജീവിതത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു, തുടർന്നും ജീവിതത്തെ സംബന്ധിക്കുന്ന ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ലൂയിസേട്ടനുണ്ടാവും. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഇനി ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ ഒരു ധാരണയുണ്ടാവും. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ലൂയിസേട്ടൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഇത് അത്ഭുതകരമാണ് എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായതായിട്ട്? അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സമൂഹം നാടകീയമായ സംരക്ഷണങ്ങളെയാണ് ഭൂരിഭാഗവും അത്ഭുതങ്ങൾ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ വരുന്നില്ല. നാടകീയമായ സംരക്ഷണങ്ങളോ ദൈവ ഇടപെടലുകളോ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളെക്കുറിച്ച് എനിക്ക് ബോധം നൽകിയത് ഒരു 3 വർഷം മുമ്പ് മണർകാട് പള്ളിയിൽ വെച്ച്
വർഷാരംഭ പ്രാർത്ഥനയ്ക്ക് ബോബി അച്ഛൻ സംസാരിക്കുന്ന ഒരു പ്രസംഗത്തിന് ഞാൻ സ്റ്റേജിന് താഴെ ഓഡിയൻസിൻ്റെ ഒരു ഇരിപ്പുണ്ട്. അപ്പം ബോബി അച്ഛൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞൊരു വാക്ക് ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്യുവാണ്. പറയത്തക്ക ഒരു രീതിയിൽ ആരും പറയാൻ അത്ഭുതങ്ങൾ അധികമൊന്നും നടന്നിട്ടില്ലാത്തൊരു ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ബോബി അച്ഛൻ പറയുകയാണ്. പക്ഷേ അത്ഭുതങ്ങൾ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഈ സദസ്സിൽ താഴെ ലൂയിസേട്ടൻ ഇരിപ്പുണ്ട്. വീട്ടിൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ആ മനുഷ്യന് ലോകം മുഴുവൻ എന്തുമാത്രം സൗഹൃദങ്ങളാണ്. അത് അത്ഭുതമല്ലെങ്കിൽ എന്താണ്? തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇതുപോലെയുള്ള ദൈവ ഇടപെടലുകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങളെ അത്ഭുതമായിട്ട് തന്നെ നിങ്ങൾ എണ്ണണം. അപ്പോൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇടപെടലും ഒരു അത്ഭുതമാണ്. ഉദാഹരണത്തിന് ഇന്നിപ്പം എന്നെ തേടി റോബിൻസ് വന്നതും ഈ ഒരു സൗഹൃദം ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതും ജീവിതത്തിലെ വേറൊരു അത്ഭുതമാണ്. അങ്ങനെ അനേകം അത്ഭുതങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതം പൂർണ്ണമാകുകയാണ്. സ്വപ്നങ്ങളാണ് മനുഷ്യനെ നയിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ജീവിതത്തിൽ നേടിയതിൻ്റെ എല്ലാം പിന്നിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളോടുള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. തൊഴിൽ ചെയ്തതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്നങ്ങൾക്ക് നിറം നൽകാനുള്ള ഒരു ത്വരയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സ്വപ്നങ്ങളുണ്ട്. പിന്നെയുള്ള ഒരു സ്വപ്നം ഒരു രാജസ്ഥാൻ യാത്ര മനസ്സിലൊരു സ്വപ്നമുണ്ട്. രാജസ്ഥാനിൽ ഒന്ന് പോകണം. ഡെസേർട്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഫെസ്റ്റിവലുണ്ട് ജയ്സൽമീറിൽ. അതിലൊന്ന് പങ്കെടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നങ്ങളായിട്ട് ഇപ്പോൾ സ്വപ്നങ്ങളുണ്ട്. ലൂയിസ് ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇന്നൊരു ദിവസം ലൂയിസ് ചേട്ടൻ്റെ കൂടെ ചിലവഴിച്ചപ്പം ഒത്തിരിയേറെ കാര്യങ്ങൾ ലൂയിസ് ചേട്ടനെ അറിയാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജീവിതത്തെ പറ്റിയുള്ള ഒത്തിരിയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒത്തിരിയേറെ ചിന്തകൾ ലൂയിസ് ചേട്ടനിൽ നിന്ന് എനിക്ക് ലഭിച്ചു. തീർച്ചയായിട്ടും ശാലോം TV പ്രേക്ഷകർക്ക് ലൂയിസ് ചേട്ടൻ്റെ ജീവിതം ഏറെ ഇഷ്ടപ്പെടും. ഒത്തിരി പേർക്ക് ലൂയിസ് ചേട്ടൻ്റെ ജീവിതം വലിയൊരു മാതൃകയായി തീരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജീവിതത്തിൽ ഇത്രയേറെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടും അതിലൊന്നും തളർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോടും അവൻ്റെ മുറിവുകളോടും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ സഹനത്തെ വളരെ പ്രതീക്ഷയോടുകൂടെ കാണുന്ന ലൂയിസ് ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പം തുടർന്നുള്ള ലൂയിസ് ചേട്ടൻ്റെ ജീവിതത്തിലേക്കും ദൈവം ഒത്തിരിയേറെ നന്മകൾ ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദി പറയുന്നു.